നമ്മൾ ഓറഞ്ച് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഫ്രഷ് ഓറഞ്ച് വെച്ച് നല്ലൊരു ലോഫ് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എസെൻസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം നമുക്ക് ഓറഞ്ചിൻ്റെ സെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഈ 3 എണ്ണത്തിൻ്റെയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതുപോലെ ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വൈറ്റ് പോർഷൻസ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഓറഞ്ച് നമുക്കൊന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ ജ്യൂസറിലാണ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് ജ്യൂസർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 2.5 കപ്പ് അളവിൽ മൈദയാണ് എടുക്കുന്നത്. 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ സോൾട്ട് ചേർക്കുക. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിലാണ് ഷുഗർ ചേർക്കുന്നത്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ സെസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഈ സെസ്റ്റിൻ്റെ ഓയിൽ മുഴുവൻ വെളിയിൽ വരണം. അതുവരെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 എഗ്ഗാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നെ ദിവസം അപ്ലോഡ് ചെയ്യാം. 3/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിത് ഞാനിവിടെ ബേക്കിംഗ് ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, ചെറിയ ചൂടാറിയിട്ടില്ല. എന്നാലും കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ ടോട്ടൽ 40 മിനിറ്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. 160-ൽ 10 മിനിറ്റ്സും 170 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ്. 40 മിനിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ടൈമിങ്ങിൽ ചില വ്യത്യാസങ്ങൾ വരാം. കാരണം ബേക്ക് ചെയ്യുന്ന പാത്രങ്ങളും ഓവനൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ആയിട്ടുണ്ടോ എന്നൊരു സ്ക്വയർ വെച്ച് കുത്തി നോക്കിയതിന് ശേഷം മാത്രം കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളിതിലേക്ക് എസൻസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.